ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും DFM യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു വചനം മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രകാരമാണ്. എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഇടത് കൈ പെട്ടെന്ന് തളർന്നുപോയി. അങ്ങനെ പല ചികിത്സകളും ചെയ്തിട്ട് ഒരു ഗുണം കിട്ടിയില്ല. പല ഡോക്ടർമാരെ മാറി മാറി ചികിത്സ ചെയ്തു. അവസാനം ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് എന്നിട്ടും ഒരു കുറവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഡെയിൻ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പില് ഒരു സഹോദരന്റെ വീട്ടിൽ ഞങ്ങള് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഹെഡിങ് തന്നെ പറയുന്നത് അസ്ഥികളുടെ താഴ്വര എന്നാണ്. പ്രവാചകനോട് പറയുന്നു, വരണ്ട് ഉണങ്ങിയ അസ്ഥികളുടെ മേൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ ഉണങ്ങി വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിച്ചു. അങ്ങനെ എൻ്റെ ഈ തളർന്ന് കിടക്കുന്ന ഈ കൈ, ഇടത് കൈ, ഈ വചനം വായിച്ച സമയത്ത് അതിൽ വചനം വായിച്ചുമ്പോൾ ഒരു കിരികിരാ ശബ്ദം ഞാൻ കേട്ടു എന്ന് വചനത്തിലൂടെ പറയുന്നുണ്ട്. ആ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ഇടത് കൈയിൻ്റെ ഷോളറിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു, ഒരു കിരികിരാ ശബ്ദം. ആ ശബ്ദം കേട്ട മാത്രയിൽ എൻ്റെ കൈ പെട്ടെന്ന് ഞാൻ ഉയർത്താൻ ശ്രമിച്ചു. അതുവരെ കൈ ഉയർത്താൻ പറ്റാത്ത എൻ്റെ ഇടത് കൈ പൂർണ്ണമായി കൈ ഉയർത്താനും പരിപൂർണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരമ്മ, അവർ കോഴിക്കോടാണ് താമസം. അവർക്ക് പെട്ടെന്ന് ശരീരം ഓരോ ഭാഗങ്ങളായിട്ട് തളർന്നു പോവുകയും അങ്ങനെ അവര് നിരവധിയായ ചികിത്സകൾ ചെയ്തു. അവര് ആകെ നിരാശരായി. ഒരു ഡോക്ടറിനും അതിനെ സുഖപ്പെടുത്താനായില്ല. അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ അമ്മയും കൂടി ആ വീട്ടിലൊരു ദിവസം പോകാനിടയായി. ഈ വിവരം അറിഞ്ഞാണ് ഞങ്ങൾ ചെന്നത്. അന്നേരം ഞങ്ങൾ കാണുന്നത് തളർന്നു കിടക്കുന്ന കൈകാലുകൾ, ശരീരമെല്ലാം മരവിച്ച് കിടക്കുന്ന, ഒന്നിനും സാധിക്കാത്ത നിലയിൽ കട്ടിലിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ അമ്മയും കൂടി കടന്നു ചെന്ന് അവിടെ ഇരുന്ന് യേശുവിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളെല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിച്ച്, യേശു സ്നേഹിക്കുന്ന ദൈവമാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈശോയെ കുറിച്ച് പറഞ്ഞു, വചനങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളും മരുമക്കളെല്ലാം ചുറ്റു കൂടിയിരിക്കുന്നുണ്ട്. ഏത് നിമിഷത്തിലും മരിച്ചു പോകാം. ആ അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റിയില്ലെങ്കിലും അവിടെ കിടന്നുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈശോ ഈ അമ്മയുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഞായറാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഈ ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ അടുത്തുള്ള ഞായറാഴ്ച തന്നെ അവർ കോഴിക്കോട്ട് നിന്ന് ഒരു കാറ് പിടിച്ച് താങ്ങിപ്പിടിച്ച് വണ്ടിയിലിരുത്തി കിടത്തിയൊക്കെ അവരിവിടെ ഡിവൈനിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ ധ്യാനത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് ധ്യാനം ആരംഭിച്ചു.
മൂന്നാമത്തെ ദിവസം വൈകുന്നേരത്തെ ആരാധനാ സമയത്ത് വലിയൊരു ശക്തി കടന്നു വന്നു. ആ നിമിഷം ചലനമറ്റ് കിടക്കുന്ന ഈ അമ്മ പതുക്കെ കൈയും കാലൊക്കെ ഇട്ട് ചലിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ തന്നെ ഈ അമ്മ കിടന്നിരുന്ന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം പതുക്കെ എഴുന്നേക്കാനായിട്ട് ശ്രമിച്ചു. പതുക്കെ കട്ടിലൊക്കെ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ചുറ്റുമുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഈ അമ്മ ജനലിന്റെ അഴിയൊക്കെ പിടിച്ച് ചുമരൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടി ധ്യാനത്തിൽ അവർ സംബന്ധിച്ചു. പിറ്റത്തെ ആഴ്ച ധ്യാനം കഴിഞ്ഞ് ഇവിടുന്ന് പോയത് കാറില് താങ്ങിക്കൊണ്ട് വന്നിരുന്ന അമ്മയെ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് KSRTC ബസ്സിലാണ് ഈ അമ്മ കയറി സ്വന്തം നാടായ കോഴിക്കോട്ടേക്ക് യാത്രയായത്. ഈ സംഭവം ഞാൻ പങ്കുവെക്കുമ്പോൾ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വലിയൊരു വിടുതലും അഭിഷേകവും സൗഖ്യവും മനഃശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.